ഓക്കെ, അടുത്ത് നമുക്ക് റിയൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് പൊസഷൻസ്. നിങ്ങൾ ഒരു ചെറിയ സ്ഥാപനം നടത്തുന്നു, അവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേണം, മേശ വേണം, കസേര വേണം. ഇതൊക്കെ നമ്മൾ അസറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ക്യാഷ് നമ്മുടെ ഇരിക്കുന്ന ഒരു സംഭവം, ഒരു സംഭവമാണല്ലോ, ഒരു ക്യാഷ് ഒരു വലിയ സംഭവമാണല്ലോ, അതൊരു റിയൽ അക്കൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂടുതലും തൊടാനൊക്കെ പറ്റുന്ന അക്കൗണ്ട് നമ്മൾ റിയൽ അക്കൗണ്ടിനകത്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ റിയൽ അക്കൗണ്ടിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങളൊന്ന് പഠിക്കുക, റിയൽ അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ പ്രധാന വിഷയം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ഓക്കെ, റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇപ്പോൾ നമ്മളൊരു ഫർണിച്ചർ മേടിച്ചു, അതൊരു അസറ്റാണ്. ഫർണിച്ചർ മേടിക്കുമ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ? ഫർണിച്ചർ നമ്മൾ മേടിക്കുന്നു, ക്യാഷ് നമ്മൾ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഫർണിച്ചർ നമ്മുടെ കടയ്ക്ക് അകത്തേക്ക് വരുന്നു, ക്യാഷ് നമ്മുടെ കടയ്ക്ക് പുറത്തേക്ക് പോകുന്നു കൂട്ടുക. ഓക്കെ, അപ്പോൾ റിയൽ അക്കൗണ്ട് റൂൾ അപ്ലൈ ചെയ്യുക. രണ്ടും റിയൽ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഇവിടെ എന്താണ് ബിസിനസ്സിൻ്റെ അകത്തേക്ക് വരുന്നത്? കംസ് ഇൻ ആകുന്നത് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഇവിടെ ആരാണ് വെളിയിൽ പോകുന്നത്? നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷാണ് വെളിയിൽ പോകുന്നത്, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ജേർണൽ എൻട്രി പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി നിങ്ങൾ ബാങ്കിൽ നിന്നാണ് കൊടുക്കുന്നെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ റിയൽ അക്കൗണ്ട്.